ഗാസ പിടിച്ചടക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ചർച്ചകളെയെല്ലാം കാറ്റിൽ പറത്തി ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ തുടരുകയാണ്. ഗാസയെ പിന്തുണച്ചതിന് മറ്റു രാഷ്ട്രങ്ങളുടെ നേർക്കുപോലും ഇസ്രായേലിന്റെ പ്രതികാര നടപടി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഒറ്റ ദിവസം മാത്രം ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ 51 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 27 പേരും ഗാസ സിറ്റിയിലെ ജനങ്ങളാണ് എങ്കിൽ 24 പേർ അഭയാർത്ഥികളാണ്. ഗാസ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളായ സെയ്തൂനിലും സബ്രയിലും ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. ഒപ്പം കഴിഞ്ഞ ദിവസം യമൻ തലസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് എന്നാണ് യമൻ അധികാരികൾ പറയുന്നത്. ഒപ്പം ഗാസയിൽ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ സമ്പൂർണ്ണ ക്ഷാമം പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും ഗാസ ഇപ്പോൾ ഒരു നരകമായിരിക്കുന്നുവെന്നാണ് UN വക്താവ് പറഞ്ഞത്. ഗാസ സിറ്റിയുടെ മധ്യ ദക്ഷിണ മേഖലകളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. മധ്യ ഗാസയിൽ സഹായം തേടിയെത്തിയ ഒരാളടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ നുസൈറത്ത് ക്യാമ്പിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ ആക്രമണം നടന്നു. ഖാൻ യൂനിസിൽ മാത്രം 5 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദക്ഷിണ ഗാസയിൽ പലതവണയായി ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. സഹായം തേടിയെത്തിയ പലസ്തീനിയൻ ജനക്കൂട്ടത്തിന് നേർക്കും ഇസ്രായേലി സൈന്യം വെടിവയ്പ് നടത്തി. 4 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസ സിറ്റി, സെയ്തൂൺ, സബ്ര, ജബലിയ എന്നിവിടങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യത്തോടെ റിമോട്ട് ഓപ്പറേറ്റഡ് സ്ഫോടനങ്ങളാണ് നടത്തിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇതുവരെ 62,622 ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. 1.5 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1,57,673 ആളുകൾക്കാണ് പരിക്കേറ്റത്. 2023 ഒക്ടോബർ മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ 1139 പേർ ഇസ്രായേലിലും കൊല്ലപ്പെട്ടു. 2000-ൽ അധികം ആളുകൾ ബന്ദിയാക്കപ്പെട്ടിരുന്നു. രൂക്ഷമായ ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് ഖത്തറും ഈജിപ്തും മുൻകൈയെടുത്ത് മധ്യസ്ഥ ചർച്ച നടത്തുകയും വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിനിടെ 2 ഘട്ടമായി ബന്ദികളെ കൈമാറാനും നിർദ്ദേശിച്ചു. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ ഇസ്രായേൽ അനുകൂല നിലപാടെടുത്തില്ല. അതിന് കാരണം ഇസ്രായേൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന വലത് തീവ്ര വിഭാഗം ഈ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നതായിരുന്നു. പകരം വെടിനിർത്തൽ നിർദ്ദേശം വരുന്നതിന് മുൻപ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയ ഗാസ പിടിച്ചടക്കൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നലെ വരെയുണ്ടായ, ഇന്നും തുടരുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾ. തുടർച്ചയായ ആക്രമണങ്ങൾ പലസ്തീനെ, ഗാസയെ കൊടും പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. പോഷകാഹാരങ്ങൾ കിട്ടാതെ പട്ടിണിയിലായ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുകയാണ്. പിഞ്ചുമക്കളുടെ ജീവൻ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനാകാതെ ഡോക്ടർമാർ പോലും കൈമലർത്തുന്നു. തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അത് ഗാസയിലെ ആരോഗ്യരംഗത്തെ പരിമിതി കൂടിയാണ് വെളിവാക്കുന്നത്. ഇസ്രായേൽ മനഃപൂർവ്വം ഗാസയിൽ സൃഷ്ടിച്ചെടുത്ത ക്ഷാമത്തിന്റെ ഇരകളായ പിഞ്ചുകുട്ടികൾ മാസങ്ങളായി ഭക്ഷണം പോലും കിട്ടാതെ നരകിക്കുന്നത് സ്വന്തം അമ്മമാർക്ക് പോലും നോക്കിയിരിക്കാനേ സാധിക്കുന്നുള്ളൂ. ഇതിനു പുറമെ ഇപ്പോൾ ഗാസ സിറ്റി പിടിക്കാൻ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങൾ ഗാസയിലെ ക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ നിലവിലെ പ്രതിസന്ധി മനുഷ്യനുണ്ടാക്കിയതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം പശ്ചിമേഷ്യയിലാകെ അശാന്തി പടർത്തി ഗാസയ്ക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രങ്ങളുടെ നേർക്കും ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. യമന് നേർക്ക് ഇസ്രായേലിന്റെ വ്യാപക മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. യമൻ തലസ്ഥാനമായ സനയിലാണ് ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം വ്യാപകമായി മിസൈൽ ആക്രമണം നടത്തിയത്. ഹൂതി വിമതരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സനയിലെ ഇന്ധന കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റി. ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രത്യാക്രമണം ഉണ്ടായത്. ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇസ്രായേലിനെതിരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. ഇതിന് പകരമെന്നോണമാണ് ഇസ്രായേൽ ഹൂതികൾക്ക് നേർക്ക് തിരിച്ചടി നടത്തിയത്. എന്നാൽ ഇതുകൊണ്ടും ഗാസയ്ക്ക് പിന്തുണ കൊടുക്കുന്നത് അവസാനിപ്പിക്കില്ല എന്ന് ഹൂതികളുടെ നേതാവ് വ്യക്തമാക്കി. ഗാസയ്ക്ക് നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ റിബലുകളും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ലോകം ഉറ്റുനോക്കുകയാണ് ഗാസയിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും.